ഹലോ, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലാസ് ഇഡ്ഡലിയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ മൺഗ്ലാസ് ഉണ്ടായിരുന്നു 3 അതിലേക്ക് ഞാൻ മാവ് ഒഴിച്ചിട്ട് വെള്ളം ചൂടായിട്ട് ഇരിക്കുന്നു. അപ്പോൾ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചു. ഇനി അത് ഇഡ്ഡലി അവിടെ വേവട്ടെ. ഇനി ചട്നി അരയ്ക്കാം. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കടലപ്പരിപ്പ്, ചെറിയ ഉള്ളി, ചുമന്ന മുളക്, കറിവേപ്പിൻ്റെ ഇല, തക്കാളി, വേണമെങ്കിൽ ഉഴുന്നും പരിപ്പ് എടുക്കാം. അപ്പോൾ ഞാനത് ഇവിടെ എടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം ചീഞ്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടലപ്പരിപ്പ് ഇട്ടു. അതൊന്ന് അതിൻ്റെ ശേഷം ചെറിയ ഉള്ളി ഇട്ടിട്ട് കുറച്ച് വഴറ്റിയതിൻ്റെ ശേഷം ചുമന്ന മുളകും കറിവേപ്പിൻ്റെ ഇലയും ഇടാം. അത് കുറച്ച് നല്ല മുരിഞ്ഞ് വരണം, ചുമന്ന മുളകും കറിവേപ്പിൻ്റെ ഇലയും. അപ്പോൾ ഈ ബാച്ചിലേഴ്സിനൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇഡ്ഡലി പാത്രം വേണമെന്നുള്ള ആവശ്യമൊന്നുമില്ല. ഇഡ്ഡലി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണം. തക്കാളി ചീഞ്ചട്ടിയിലേക്ക് ഇട്ടു. കുറച്ച് നല്ല സ്മാഷ് ആവണ വരേക്കും കുറച്ച് ഇളക്കുക. അപ്പോഴാണ് നല്ല നൈസായിട്ട് അരിഞ്ഞ് വന്നാലാണ് ചട്നി ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് ആറിയിട്ട് ചട്നി അരയ്ക്കാം. അപ്പോൾ അത് ആറിക്കഴിഞ്ഞു. ഇനി മിക്സി ജാറിലേക്ക് മാറ്റുക. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ല ടേസ്റ്റാണ്. മൺപാത്ര ഗ്ലാസ്സിലായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടാവും ഇഡ്ഡലിയും ചട്നിയും. അപ്പോൾ അങ്ങനെ നമുക്ക് ചട്നി അരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക.